വിശുദ്ധരെ സൃഷ്ടിക്കുന്നത്, രൂപപ്പെടുത്തുന്നത് മൃദു മനസാക്ഷിയാണ്, ഡെലിക്കേറ്റ് കോൺഷ്യൻസ്. ആ കോൺഷ്യൻസാണ് എല്ലാ വിശുദ്ധർക്കും ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞു കാര്യം പോലും അവർക്ക് അവഗണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കണ്ണിനകത്തൊരു പീലി പൊഴിഞ്ഞു കിടന്നാൽ കണ്ണ് നമുക്ക് ഇരിക്കും, നമുക്കത് എടുത്ത് കളയാതെ പറ്റുകയില്ല. കാരണം കണ്ണിനകം വളരെ സെൻസിറ്റീവാണ്. നമ്മുടെ നാവ് വളരെ സെൻസിറ്റീവാണ്. നാവേൽ ഒരു ചെറിയ മുടിയുടെ കഷ്ണം, എത്ര നീളത്തിലുള്ള കഷ്ണം ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് നാക്കേൽ തടയും. അത് നമുക്കറിയാം, നാവ് സെൻസിറ്റീവാണ് വളരെ. പക്ഷേ കൈവെള്ളൊരു മുടി ഇരുന്നാൽ അറിയാല. നമ്മുടെ കാൽപാദത്തിനടിയിൽ തഴമ്പ്, ചത്ത കോശങ്ങളാണ് തഴമ്പെന്ന് പറയുന്നത്, ഉപ്പൂറ്റി. അവിടെ ഒരു മുള്ളു കൊണ്ടാൽ പോലും അറിയാല. ചില പിച്ചാത്തേക്ക് കണ്ടിച്ച് കളഞ്ഞാൽ പോലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, തഴമ്പാ. നമ്മളിപ്പോൾ കണ്ടിച്ച് കളഞ്ഞപ്പം വിണ്ട് കീറിയൊക്കെ ഇരിക്കുമ്പോൾ ചെത്തിക്കളയും, വേദനയൊന്നുമില്ല. കഠിനപ്പെട്ടു പോയി, ചത്തുപോയി. മനസ്സാക്ഷി ചിലപ്പോൾ ചത്തുപോകും. ചത്തുപോയി കഴിഞ്ഞാൽ കല്ലിച്ച് ഒന്നും അറിയുന്നില്ല. എത്ര ഭീകരമായ പാപത്തിൽപ്പെട്ടാലും ഒന്നുമില്ല. പിന്നെ ചിരിച്ചുകൊണ്ട് ഏറ്റുപോകും. അങ്ങനെ പോയി കിടന്നുറങ്ങും. ഇത് അപകടമാണ്. മൃദു മനസ്സാക്ഷി നമുക്ക് വേണം. ഒരു നിസ്സാര കൺപീര് വീണാലും ഇത് അറിയണം. ഞാൻ പാലായിൽ പത്തമ്പള്ളിലായിരിക്കുമ്പോൾ സംഭവം ഇടയ്ക്ക് ഇത് വനമസ് വരും. ടൗണിലെ കുരിശുപള്ളി ഉണ്ടല്ലോ, അവിടെ മെയ് മാസം വണക്കം 10 ദിവസം വെച്ചാണ്. കത്തീഡ്രൽ പള്ളിക്കും പഴയ പള്ളിക്കും പത്തമ്പള്ളിക്കും 10 ദിവസം വെച്ച് അച്ഛന്മാർ വന്ന് വണക്കമാസ പ്രാർത്ഥന നടത്തേണ്ടത്. അവസാനത്തെ 10 ദിവസമാണ് പത്തമ്പള്ളിക്കാർക്കുള്ള ചാർജ്. അപ്പം ഞങ്ങൾ ആ 10 ദിവസം മെയ് 20 മുതൽ 31 വരെ 31 വരെ. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് സിസ്റ്റേഴ്സും പാട്ട് പാടുന്ന പിള്ളേരും ഓൾത്താര ബാലന്മാരും എല്ലാവരും കൂടി ഒരുമിച്ച് 10-15 പേരുണ്ടാവും. ഞങ്ങളൊരു 5:30 6 ആകുമ്പോൾ ഇവിടുന്ന് ഒന്ന് താഴെ വന്ന് പ്രാർത്ഥന കൊന്തയും ലതീഞ്ഞും വണക്കവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരിച്ച് കയറിപ്പോവും. അപ്പോൾ ഒരു 7-7:30 ആകും. ഈ കുരിശുപള്ളി ഇങ്ങനെ അത് ഒരു 5:30 ആകുമ്പോൾ കപ്പ്യാർ വന്ന് കുരിശുപള്ളിയുടെ പുറകുവശം, പല കുരിശുപള്ളി അറിയാമല്ലോ, കരിങ്കല്ലുകൊണ്ട പൊക്കമുള്ള കുരിശുപള്ളി. അപ്പോൾ അതിൻ്റെ തുറന്നിട്ടിച്ച് മൈക്കിൽ കൂടെ പാട്ടും വെച്ചിട്ട് കപ്പ്യാർ എവിടെയെങ്കിലും അടുത്ത കടയിൽ എവിടെയെങ്കിലും കാണും. ഈ കുരിശുപള്ളിക്കകത്ത് സങ്കീർത്തിൽ ഇങ്ങനെ ചുറ്റുകോവണിയുണ്ട്, വളരെ കുഞ്ഞു ഗോവണിയാണ്, പിടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ. അതേ കൂടെ കയറി ഇങ്ങനെ 4-5 നിലയുണ്ട്. മുകളിൽ ചെന്നാൽ ഈ കാഴ്ചയെല്ലാം കാണാം, ടൗണ് മുഴുവൻ കാണാം. അതാരെയും കയറ്റിവിടുകയില്ല, കാരണം മുകളിൽ ജനാലയ്ക്കൊന്നും വഴിയൊന്നുമില്ല, അതുകൊണ്ട് ആരെയും കയറ്റിവിടാറില്ല. പക്ഷേ അത് എപ്പോഴും പൂട്ടിയിട്ടിരിക്കുക പള്ളി. അന്ന് പുറകിലത്തെ ആരാധനശാപ്പലില്ല ഞാനിവിടെ ഉള്ളപ്പം. അപ്പം ഈ പിള്ളേർ എൻ്റെ കൂടെ വന്ന് കുറച്ച് പേര് പ്ലാൻ ചെയ്തു, നമുക്ക് നേരത്തെ പോയിട്ട് മുകളിലൊന്ന് കയറാം കാഴ്ച കാണാൻ. അമ്മർ നേരത്തെ പോയിട്ട് ഈ 5:30 മുതൽ കപ്പേര് തുറന്നിട്ട് പാട്ടും വെച്ചിട്ട് അങ്ങനെ കടയിൽ പോയിരിക്കുമ്പം ഇമ്മാർ വന്ന് ചുറ്റുകോണിൽ കൂടെ മുകളിൽ കയറി കാഴ്ചയെല്ലാം കണ്ടു ആസ്വദിച്ച്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞങ്ങളിവിടെ പഴയവരുടെ പിന്നെ കൂടെ ഇറങ്ങി വരിക, ഞങ്ങളെല്ലാവരും കൂടെ. അത് കണ്ടപ്പോഴത്തേക്ക് ഇമ്മാർ ചാടി ഇറങ്ങി വന്ന് ഒന്നും അറിയാത്തവരെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പം അപ്പോൾ ഞങ്ങളുടെ കൂടെ 1-2 പിള്ളേരുണ്ടായിരുന്നു, വോട്ടർ ബോയ്സ്, ഇമ്മാരുടെ കമ്പനിക്കാർ. അവരിത് എങ്ങനെ അറിഞ്ഞില്ല സംഭവം. അപ്പോൾ ഞങ്ങൾ വന്ന് പ്രാർത്ഥനയ്ക്കെല്ലാം കയറാൻ തുടങ്ങിയപ്പം ഇമ്മാർ കയറിയതിൻ്റെ ആവേശം, അച്ഛനറിഞ്ഞാൽ വഴക്കും തല്ലും വഴക്ക് കിട്ടും. പക്ഷേ കൂട്ടുകാരോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മമാരടുത്ത് എടാ ഞങ്ങളെ മുകളിൽ കയറി കേട്ടോ, എന്നാ കാഴ്ച, നീ കയറിയിട്ടുണ്ടോ? കഷ്ടം, എന്നാ കാഴ്ചയാടാന്ന് പറഞ്ഞില്ല നീ. അപ്പോൾ ഈ കയറാത്തവന്മാർക്ക് അതിൻ്റെ പക തീർക്കാൻ വേണ്ടി അച്ഛാ ഈ നിമ്മാർ മുകളിൽ കയറിയെന്ന് പറഞ്ഞു. ആരാടാ മുകളിൽ കയറിയേ? അച്ഛാ ഇമ്മാർ കയറി. അതാ നേരത്തെ വന്ന അമ്മേനെ വന്നതാ. അപ്പോൾ മണിയും കടിച്ച് പ്രാർത്ഥന തുടങ്ങാൻ സമയമായി. ഞാൻ തിരിഞ്ഞു നോക്കി, അന്നേരം ഇമ്മാർ 2 എണ്ണം മറ്റേ നിൽക്കുക. വിചാരണ ചെയ്യാനുള്ള സമയമില്ല, കാരണം മണി അടിച്ചും കൂടെ കയറണം. ഞാൻ ആ പിള്ളേരെ നോക്കി, അതിനകത്ത് ഇച്ചിരി വിശ്വസിക്കാൻ കൊള്ളിഞ്ഞു. ഞാൻ അവിടുത്തെ കയറിയിടാൻ ചോദിച്ചു. ഇല്ല ചാന്ന് പടാ കയറി പോകാൻ. ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് കയറി. അവൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 7 മണിയൊക്കെ ആയപ്പോൾ മുകളിൽ കയറി തിരിച്ചു പോവുക. രാത്രിയാണ്. അപ്പോൾ റോഡ് ഇങ്ങനെ ഇരുട്ടാണ്, സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അന്ന് ഈ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നിട്ട് ഒരു കൊച്ചിന് ഫസ്റ്റ് ക്ലാസ്സൊക്കെ കിട്ടി. അവിടെ ലഡു ഒക്കെ മേടിച്ച് എല്ലാവരും കൊടുത്ത് ഞങ്ങൾ 10ാം പറഞ്ഞ് കയറി പോവാണ്. മുകളിൽ പുത്തമ്പള്ളിക്ക് 2 അടുത്ത് ചെല്ലാറായപ്പം നോക്കിയപ്പോൾ ഉണ്ട് ഒരുത്തനെ കാണുന്നില്ല കൂട്ടത്തിൽ. അപ്പം തപ്പി എന്തേ അവന് നേരത്തെ പോകുന്നവരും പറഞ്ഞു, രാത്രിയല്ലേ പിള്ളേരെല്ലാം ഇവിടെ വീട്ടിൽ കൊണ്ട് എത്തിക്കണ്ടേ, 7 മണി 7:30 അവൻ്റെ പെങ്ങൾ കൊണ്ടേ കൊടുത്തരും. അവനെ കാണുന്നില്ല. ഈ പറഞ്ഞ കൊച്ച
അപ്പോൾ തപ്പി എവിടെ പോയി എന്നൊക്കെ നോക്കിക്കൊണ്ട് പുറകെ ഇരുട്ടാണ്, എന്നാലും പോസ്റ്റിലെ വെളിച്ചമേ ഉള്ളൂ, സ്ട്രീറ്റ് ലൈറ്റേ ഉള്ളൂ. നോക്കിയപ്പം 2 പോസ്റ്റ് താഴെ അവനിങ്ങനെ പമ്മി പയ്യെ വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ചെല്ലു പറഞ്ഞു, അച്ഛാ അവൻ കരയുക. അതെന്നാ പറ്റി? എന്നുവെച്ചാൽ നിങ്ങളൊരു വഴക്കുണ്ടാക്കി ആരെങ്കിലും? ഇടിയോ വഴക്കമല്ലോ? ഇല്ല. പിന്നെ എന്നാ പറ്റി? അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുന്നവരപ്പോൾ അവനും അവിടെ നിൽക്കാൻ തുടങ്ങി. കയറി വരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ താഴേക്ക് പറഞ്ഞു, ഇവരെല്ലാം കൂടെ. ഞാൻ പറഞ്ഞു നിങ്ങളവിടെ നിൽക്കും, ഞാൻ ഇപ്പോൾ തന്നെ പോവാം. എന്നിട്ട് അവൻ്റെ അടുത്ത് ഞാൻ അവനെ ചേർത്ത് പിടിച്ച് എന്നാ പറ്റി? അവൻ കരച്ചിലാണ്, ഇങ്ങനെ കണ്ണ് നല്ല നിറഞ്ഞ മുഖമെല്ലാം ഇങ്ങനെ ചുവന്ന് കരഞ്ഞ് കണ്ണ് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ എന്നാ പറ്റി? വഴക്കുണ്ടാക്കി ആരെങ്കിലും? എൻ്റെ വയറ്റുവേദന വല്ലതും ഉണ്ടോ? എനിക്ക് ലഡു കിട്ടിയായിരുന്നു അവന്. വയറിച്ചിരി ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വല്ല വിഷയം. എന്നാ പറ്റി? ഞാൻ ചേർത്ത് പിടിച്ച് എന്നാ പറ്റിയുടെ പറഞ്ഞേ വാ, എന്നാ പറ്റി? ഇത് കരച്ചിട്ട് കൂടുക, ഭയങ്കരമായിട്ട് കരയുക. പിന്നെ ചേർത്ത് വെച്ചപ്പോൾ അവൻ പറയാം, അച്ഛാ അച്ഛാ അത് അച്ഛൻ ചോദിച്ചില്ലേ കയറിയായിരുന്നോ എന്നാ? ഞാൻ കയറിയായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞൊരു കാറിച്ച്, ഒറ്റ കാറിച്ച് ഞാൻ കയറിയായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഏറ്റവും വിശുദ്ധിയുള്ള കൊച്ച. പറഞ്ഞാൽ കേൾക്കാതെ അനുസരണക്കേട് കാണിച്ചു, ചോദിച്ചപ്പോൾ നുണയും പറഞ്ഞു. ഇതെല്ലാം സത്യമാണ്. എന്നാലും അവൻ്റെ മനസാക്ഷി കണ്ടോ? മൃദു മനസാക്ഷിയാണ്. അച്ഛനോട് നുണ പറഞ്ഞ് പറ്റിച്ചിട്ട് അവന് വീട്ടിൽ പോയി കിടക്കാൻ പറ്റുന്നില്ല. അവനെ നുണ പറഞ്ഞത് മുതൽ പ്രാർത്ഥന കൊന്തയെല്ലാം നടക്കുന്ന സമയമെല്ലാം അവൻ്റെ ഉള്ളിൽ കിടന്ന് നോവ് കയറും. അവന് വേണേൽ കൂളായിട്ട് വീട്ടിൽ പോയി കിടക്കാവുന്നല്ലോ. അച്ഛനെ പറ്റിച്ച് കാഴ്ചയും കണ്ടു, എടാ കണ്ടടാ. അത് അയഞ്ഞ മനസാക്ഷിയാണ്, അല്ലെ കഠിന മനസാക്ഷിയാണ്. അവനൊന്ന് വീട്ടിൽ പോയി കിടക്കാൻ പറ്റുന്നില്ല ഇത് പറയാതെ. നമ്മൾ അങ്ങനത്തെ ഒരു മനസാക്ഷി അറിഞ്ഞുകൊണ്ട് വളർത്തിയെടുക്കണം, അറിഞ്ഞുകൊണ്ട് വളർത്തിയെടുക്കണം. ഒരു നുണ പോലും പറയത്തില്ലാത്തതുപോലെ. ഈശോ അത് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞ ഓരോ വ്യർത്ഥ വാക്കിന് പോലും കണക്ക് കൊടുക്കേണ്ടി വരും മക്കളെ. ഒരു വ്യർത്ഥ വാക്ക് പറഞ്ഞാൽ ഉള്ളു വാടണം. അതേ എന്നൊരിടത്ത് അതേ, അല്ല എന്നൊരിടത്ത് അല്ല. ഇതിനപ്പുറമുള്ള ദുഷ്ടനിൽ നിന്ന് വരുന്നു.